തിരുവമ്പാടി വിഭാഗത്തിന്റെ വിശ്വപ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ആവേശത്തിൽ ലയിച്ച പൂരപ്രേമികൾ. കടുത്ത ചൂടിലും പഞ്ചവാദ്യം ആസ്വദിക്കാനെത്തിയത് വൻ ജനാവലി. എഴുന്നള്ളത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റുന്നതിന് മുൻപായി കോങ്ങാട് മധുവും സംഘവും തിമിലയിൽ താളമിട്ടു. നാല് പതിറ്റാണ്ടായി തിരുവമ്പാടിക്കൊപ്പമുള്ള കോങ്ങാട് മധു മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് നായകനാകുന്ന 9ാമത്തെ വർഷമാണിത്. കൊല്ലങ്ങളിലെ അപേക്ഷിച്ച് കുറെ കൂടി ഭംഗിയായിട്ട് ആനക്കൂടെല്ലാം നടന്നുകൊണ്ട് വരുന്നത് അതുപോലെ നടത്തുന്നതാണ് ഭംഗിയാവണം. കാരണം ഇത്രയും ജനങ്ങൾ പ്രാർത്ഥനയല്ലേ, വേറെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ, അതുകൊണ്ട് അത് ഭംഗിയാവാതെ വയ്യ. സത്യത്തിൽ ഇത്തവണത്തെ പൂരം വേറൊരു വൈഭവമാണ്. നമ്മളിപ്പോൾ TCV അതിൻ്റെ ആരംഭഘട്ടം മുതൽ ആദ്യാവസാനം തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ മൊമെൻറ്റും കൃത്യമായി ജനങ്ങളുടെ മുമ്പിലെത്തിക്കുന്നതാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആരവം കൊണ്ട് ഗംഭീരമാകുന്നൊരു പൂരം. ഇത് ജനങ്ങളുടെ ഒരു ഉത്സവം. എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് തൃശ്ശൂരിൻ്റെ ഒരു വലിയ ലഹരിയായിട്ട് ഈ ആഘോഷം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ നടന്ന പൂരമായതുകൊണ്ട് അതിൽ ജനപ്രതിനിധികൾക്കോ മറ്റു സംവിധാനങ്ങൾക്കോ ഒന്നും ഇടപെടാൻ പറ്റിയിരുന്നില്ല. ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ഒരുമിച്ച് സമന്വയിച്ചിട്ടാണ് ഈ വർഷത്തെ പൂരം. തൃശ്ശൂർ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വൈബുള്ളൊരു പൂരമായിട്ട് തൃശ്ശൂർ പൂരം മാറുകയാണ്. പഞ്ചവാദ്യത്തിന്റെ സംഗീതാത്മകമായ പതികാലവും ആവേശത്തിലാഴ്ത്തുന്ന ഇടക്കാലവും പിന്നിട്ട് വാദ്യങ്ങൾ ഏറ്റിച്ചുരുക്കുന്ന ത്രിപുടയിലൂടെ കാണികൾ മേളലഹരിയിൽ ആറാടി. മദ്ദളത്തിൽ കോട്ടയ്ക്കൽ രവി, ഇടയ്ക്കയിൽ പല്ലശന സുധാകരൻ, കൊമ്പിൽ മടത്തിലാത്ത് മണികണ്ഠൻ, താളത്തിൽ ചേലക്കര സൂര്യനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. 3 ആനപ്പുറത്ത് ആരംഭിച്ച എഴുന്നള്ളിപ്പ് സ്വരാജ് റൗണ്ടിലെത്തിയതോടെ 7 ആനകളായി. തുടർന്ന് നായ്ക്കനാൽ പന്തലിലെത്തി പഞ്ചവാദ്യം കലാശം കൊട്ടി. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.